ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബാലചന്ദ്രൻ പെങ്ങളുടെ ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈജയന്തിയുടെ മകളാണ് എന്നുള്ള കാര്യം പറയുന്നില്ല. അലീന എൻ്റെ മകളല്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഏൽപ്പിക്കണം, നമുക്കൊരു സ്ഥലം വരെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുറച്ച് ദൂരെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അലീനയുടെ ഫോണിലേക്ക് മനു വിളിക്കുന്നുണ്ട്. മനു വിളിച്ചിട്ട് ബബിത പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തിനാ അവളുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അറിയേണ്ടതാണ് അതെല്ലാം. ഞാനിവിടുന്ന് പോകുമ്പോഴേക്കും തെറ്റിദ്ധാരണകളെല്ലാം മാറണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താവും എന്നുള്ളതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അലീനയും രോഹി, ബബിത, കൃഷ്ണ, ബാലചന്ദ്രൻ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഇവർ വലിഞ്ഞ് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, നിങ്ങളൊന്ന് ഒച്ച താഴ്ത്തി സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമാശകളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അലീന ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ വേറൊരു സ്ഥലത്തേക്ക് പോവുമല്ലേ, അപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ, അപ്പോൾ ഞങ്ങളിവിടെ തനിച്ചല്ലേ, അതുകൊണ്ട് ഞങ്ങളൊന്ന് രേവതിക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ, നീ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ പോകുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാകും. രേവതിക്കുട്ടി ചിലപ്പോൾ ഓക്കെ പറയുമായിരിക്കും, എന്നാൽ അവിടെ ഉള്ളവർക്ക് അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നീരസം തോന്നിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങളൊന്ന് പോയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. കാരണം നല്ലൊരു ഒത്തൊരുമയുള്ള ഒരു ഫാമിലി വൈബായിരുന്നു അവിടെ. പിന്നെ മറ്റൊരിടത്ത് വൈജയന്തി ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുമ്പോൾ ഭക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതെന്താ ഇവിടെ ഒന്നും വെച്ചിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോഴേക്കും മനു വരുന്നുണ്ട്. മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന്. അപ്പോൾ ഇല്ല, ഞാൻ പുറത്ത് പോയി കഴിക്കാം, എനിക്ക് പുറത്ത് പോകേണ്ടൊരു കാര്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭക്ഷണമൊന്നും റെഡിയാക്കിയിട്ടില്ല, ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് അവർ അടുക്കളയിലും ഫ്രിഡ്ജിലെല്ലാം പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ കമലയെടുത്ത് എവിടെയെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ തന്നെ ഉണ്ട്, എന്താണെന്നറിയില്ല, ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കോട്ടയത്തേക്ക് പോയിരിക്കുകയാണ്. അയ്യോ, പോയതറിഞ്ഞാണെങ്കിൽ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാമായിരുന്നു എന്ന് വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ടെക്സ്റ്റൈൽസ് ഉള്ള ആൾ എന്തിനാ അങ്ങോട്ട് പോയി എടുക്കുന്നത്, അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ പോയി എടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ ഒരു ഭാര്യയായിട്ട് പോലും കാണാത്ത, എനിക്കൊരു പരിഗണനയും തരാത്ത ആളുടെ കടയിലേക്ക് ഞാൻ എന്തിനാണ് പോകുന്നത്, എനിക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി വലിയ റോള് വർത്താനമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കമലയെടുത്ത് എന്താ എണീക്കാത്തതെന്ന് ഞാൻ പോയി നോക്കട്ടെ, ഇതുവരെ ഭക്ഷണമൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ആളെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കമലയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.